Good morning guys, this is Ben. Welcome to my channel English and Tech. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ആൻഡ് ടെക് ചാനലിലൂടെ പഠിക്കാൻ പോകുന്നത് എക്സൽ ആണ്. എക്സലിലെ വളരെ ബേസിക് ആയിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ലെസൺ. അതെന്താണ്? ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ടോട്ടൽ ഓഫ് വാല്യൂസ് ഇൻ എക്സൽ. എക്സൽ ഉപയോഗിച്ച് നമ്മൾ ഒരു കൂട്ടം നമ്പറുകളുടെ ടോട്ടൽ ഓഫ് വാല്യൂസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എക്സലിൽ നമുക്ക് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാൻ 3 മെത്തേഡുകളാണുള്ളത്. ഒന്നാമത്തത് യൂസിങ് ദ ഫോർമ്യൂല, അതായത് പ്ലസ് സിമ്പൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ നടത്താം. രണ്ടാമത്തത് യൂസിങ് ദ സം ഫങ്ഷൻ ഓർ ഓട്ടോ സം ഫങ്ഷനോ അല്ലെങ്കിൽ ഓട്ടോ സമോ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മൂന്നാമത്തത് രണ്ടാമത്തെ മെത്തേഡിൻ്റെ തന്നെ ഷോർട്ട് കട്ടാണ്. എങ്ങനെ സം ഫങ്ഷൻ നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ട് വഴി എനേബിൾ ചെയ്യാം എന്നുള്ളതാണ് മൂന്നാമത്തെ ലെസൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ലെസണിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പഠിപ്പിക്കുന്ന ലെസൺ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം. മനസ്സിലായില്ലെങ്കിൽ താഴെ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. മനസ്സിലായാലും മനസ്സിലായി എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോട്ട് ഫേസ്ബുക്കിലോട്ടൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിടണം. ബാക്കിയുള്ളവർക്കും കൂടി എക്സൽ പഠിക്കാൻ ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് വിടണം. ഓക്കെ, ഛേദമില്ലാത്ത ഒരു ഉപകാരമല്ലേ. ഇനി നമുക്ക് ലെസണിലോട്ട് കിടക്കാം. നമുക്ക് ഒന്നാമത്തെ മെത്തേഡ് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഷീറ്റിൽ നോക്കിയേ, നമുക്ക് റോൾ നമ്പർ ഉണ്ട്, സ്റ്റുഡൻറ്റ് നെയിം ഉണ്ട്, ഇംഗ്ലീഷിൻ്റെ മാർക്കും മാത്സിൻ്റെ മാർക്കും സയൻസിൻ്റെ മാർക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവരുടെ ടോട്ടൽ മാർക്കാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് മെത്തേഡ് 1 ആണ്, യൂസിങ് ദ പ്ലസ് സിമ്പിൾ ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് 1. ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പ്ലസ് സിമ്പിൾ ഉപയോഗിച്ച് ചെയ്യുന്നതിന് നമ്മൾ എക്സലിൽ ഫോർമ്യൂല എന്നാണ് പറയുക. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ആദ്യമായി നമ്മൾ നമ്മുടെ ഈക്വൽ സിമ്പിൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഈക്വൽ സിമ്പിൾ നമ്മുടെ കീബോർഡിൽ എവിടെയാണുള്ളത്? നോർമലി QWERTY കീബോർഡിൽ, നമ്മൾ നോർമലി എല്ലാവരും ഉപയോഗിക്കുന്ന കീബോർഡിൽ നമ്മുടെ ബാക്ക് സ്പേസ് കീയുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് എന്ത് കാണാം? ഈക്വൽ സിമ്പിൾ കാണാം. ഈക്വൽ ഇടുക, അതിനുശേഷം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സെല്ലിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെല്ലിൻ്റെ പേര് ഇവിടെ വരും. അതിനുശേഷം നമ്മൾ പ്ലസ് മാർക്ക് ഇടണം. പ്ലസ് മാർക്ക് നിങ്ങളുടെ കീബോർഡിൽ റൈറ്റ് സൈഡിലുള്ള നമ്പർ കീപാഡിൽ നിന്നോ അല്ലെങ്കിൽ ഈക്വൽ സിമ്പിൾ ഷിഫ്റ്റ് പിടിച്ചിട്ട് ഈക്വൽ അടിച്ചിട്ടോ നിങ്ങൾക്ക് പ്ലസ് മാർക്ക് ഇടാം. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് റൈറ്റ് സൈഡിലുള്ള നമ്പർ കീപാഡിലാണ്. അപ്പോൾ ഞാൻ പ്ലസ് ഇട്ടു. അതിനുശേഷം മാത്സിൻ്റെ ബോക്സ് സെല്ല് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ സെല്ലിൻ്റെ പേര്, സെല്ലിൻ്റെ അഡ്രസ്സ് ഇവിടെ വന്നു. വീണ്ടും ഞാൻ പ്ലസ് ഇട്ടു. പിന്നെ സയൻസിൻ്റെ സെല്ലിനെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇനി പ്ലസ് വേണ്ട, നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? D6 പ്ലസ് E6 പ്ലസ് F6 എന്നാണ്. അതായത് D6ലുള്ള വാല്യൂ കൂട്ടണം, E6ലുള്ള വാല്യൂ കൂട്ടണം, F6ലുള്ള വാല്യൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? എൻ്റർ കീ പ്രസ് ചെയ്യണം. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ റെഡി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആളിൻ്റെ ടോട്ടൽ കാണാൻ വേണ്ടി നമുക്കിതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈക്വൽ സിമ്പിൾ ഇടണം. അതിനുശേഷം ഒന്നാമത്തെ സെല്ല് ക്ലിക്ക് ചെയ്യണം. പിന്നെ പ്ലസ്, അടുത്ത സെല്ല് ക്ലിക്ക് ചെയ്യുന്നു, പ്ലസ്, അതിനടുത്ത സെല്ല് ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടി. അപ്പോൾ നിങ്ങൾ നോർമലി വിചാരിക്കുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ 1000 കുട്ടികളുണ്ടെങ്കിൽ ഈ 1000 കുട്ടികളുടെ ടോട്ടൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് കാണണോ? അതിൻ്റെ ആവശ്യമില്ല എക്സലിൽ. ഞാൻ ഈ രണ്ടാമത്തെ ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഞാനത് ഡിലീറ്റ് ചെയ്തു. നമ്മൾ ഒരു ഫോർമ്യൂല നമ്മൾ പ്ലസ് സിമ്പിൾ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെല്ലിൻ്റെ ബോട്ടം റൈറ്റ് കോർണറിൽ ഒരു ചെറിയ ഡോട്ട് കാണാൻ പറ്റും. കണ്ടോ ഇവിടെ? അപ്പോൾ ആ ഡോട്ടിലോട്ട് നമ്മുടെ മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മൗസ് പോയിൻ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്ലസ് മാർക്കായി മാറും. ഓക്കെ, ആ പ്ലസ് മാർക്കിന് നമ്മുടെ പറയുന്ന പേര് ഫിൽ ഹാൻഡിൽ എന്നാണ്. അപ്പോൾ ഈ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഫിൽ ഹാൻഡിൽ പിടിച്ച് മൗസിൻ്റെ ലെഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴോട്ട് വലിക്കുക. അപ്പോൾ താഴോട്ട് വലിക്കുമ്പോൾ എന്തായി? ബാക്കിയുള്ള ടോട്ടലുകളൊക്കെ ആര് കാൽക്കുലേറ്റ് ചെയ്തു? എക്സൽ നമുക്ക് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ? രണ്ടാമത്തെ ഫോർമുല ഞാനൊന്ന് ഈ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഫോർമുല കാണാം. ഓട്ടോമാറ്റിക്കായിട്ട് പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടാമത്തെ ആളുടെ മാർക്ക് ഇരിക്കുന്ന സെല്ലുകളെ പുള്ളി പിടിച്ചിട്ടുണ്ട് അല്ലേ? ഇനി മൂന്നാമത്തെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാലോ? നോക്കിയേ, മൂന്നാമത്തതും പുള്ളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ സെല്ല് പിടിച്ച് താഴോട്ട് വലിക്കുമ്പോൾ എക്സൽ എന്താണ് നോക്കുന്നത്? എക്സൽ നോക്കുന്നത് ആ ഫോർമുലയിൽ എന്തൊക്കെ റിലേഷൻ ഉണ്ടെന്നാണ്. ആ റിലേഷൻ അനുസരിച്ച് പുള്ളി എന്ത് ചെയ്യും? താഴോട്ടുള്ള ഫോർമുലകൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കും.
അങ്ങനെ എക്സൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ പൊതുവേ പറയുന്ന പേര് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്നാണ്. റിലേറ്റീവ് സെൽ റെഫറൻസ്. ഓക്കെ. അപ്പോൾ മെത്തേഡ് 1 എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് മെത്തേഡ് 2 പോകാം. മെത്തേഡ് 2 എന്ന് പറയുന്നത് യൂസിങ് ദ സം ഫംഗ്ഷൻ ഓർ ഓട്ടോ സം ആണ്. അതായത് ഇങ്ങനെ കുറേ നമ്പറുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അതിൻ്റെ ടോട്ടൽ കാണും. അതിനൊരു ഈസി ആയിട്ടുള്ള വഴിയുണ്ട്. അതാണ് സം ഫംഗ്ഷൻ. സം ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ സം ഫംഗ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഈക്വൽ സിമ്പിൾ ഇടുന്നു, അതിനുശേഷം SUM എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് സമ്മിൽ തുടങ്ങുന്ന എല്ലാ ഫംഗ്ഷനുകളും ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും എക്സൽ. അപ്പോൾ ഈ സമ്മാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലെ ടാബ് ബട്ടൺ അടിക്കുക. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബ്രാക്കറ്റ് കിട്ടും. ആ ബ്രാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ടോട്ടൽ കാണേണ്ട നമ്പേഴ്സിനെ അങ്ങോട്ട് സെലക്ട് ചെയ്യണം. നോർമലി അങ്ങോട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വായിക്കാമെന്നറിയോ? ഈക്വൽ സം ഓഫ്, ഈ ബ്രാക്കറ്റിന് നമ്മൾ ഓഫ് എന്നാണ് വിളിക്കുക. D6 to D10 എന്നാണ് വായിക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, ക്ലോസ് ചെയ്യാതിരിക്കാം. ക്ലോസ് ചെയ്തില്ലെങ്കിൽ എക്സൽ നമുക്ക് വേണ്ടി ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു മര്യാദക്കാരായതുകൊണ്ട് നമുക്ക് തന്നെ ക്ലോസ് ചെയ്യാം. എൻ്റർ ചെയ്തപ്പോൾ ടോട്ടൽ റെഡി. ഈസി അല്ലേ? ഓക്കെ. ഇത് നമുക്ക് ഇതേ കാര്യം എങ്ങനെ ഓട്ടോ സം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നോക്കാം. ഓട്ടോ സം എന്ന് പറയുന്നത് നമ്മൾ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടോ ഒരു ബട്ടൺ ഓട്ടോ സം എന്ന് പറഞ്ഞിട്ട് ഹോം ടാബിലെ എഡിറ്റിംഗ് ഗ്രൂപ്പിൽ ഇവിടെ ഓട്ടോ സം എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കിട്ടും? ഈ സമ്മും ബ്രാക്കറ്റും സെലക്ഷനും ഒക്കെ ആര് തന്നെ ചെയ്യും? എക്സൽ തന്നെ ചെയ്യും. അപ്പം നമുക്ക് എക്സൽ വളരെ ഹെൽപ്ഫുള്ളാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റെഡി, ടോട്ടൽ റെഡി. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ടോട്ടൽ നോക്കാം. മെത്തേഡ് 3. ഇപ്പോൾ നമുക്ക് ഈ മെത്തേഡ് 3 ഷീറ്റിലോട്ട് പോകാം. അപ്പോൾ മെത്തേഡ് 3 യൂസിങ് ദ ഷോർട്ട് കട്ടാണ്. ഇത് സമ്മും ഓട്ടോ സമ്മും പോലെ തന്നെയാണ്. സമ്മിൻ്റെയും ഓട്ടോ സമ്മിൻ്റെയും ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിലെ ഓൾട്ട് കീ, ALT ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈക്വൽ സിമ്പിൾ അടിക്കുക. അപ്പോൾ ഓൾട്ട് ഈക്വൽ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓട്ടോ സം എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആവും. അപ്പോൾ ഞാനിപ്പോൾ ഓട്ടോ സം പോയിൻ്റ് ചെയ്തപ്പോൾ കണ്ടോ നിങ്ങൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഷോർട്ട് കട്ട് കാണിക്കുന്ന ഓൾട്ട് പ്ലസ് ഈക്വൽസ് എന്നിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെഡി. ഇതാണ് എക്സലിലെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡുകൾ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ പുതിയ ലെസൺസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് ബെൻ സൈനിങ് ഓഫ്. ബൈ.